ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും എഡ്യൂഅപ്പ് ഓൺലൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വിപിൻ രാജ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് പേര് ചോദിച്ച ഒരു കാര്യമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതായത് NTPC എക്സാമിൽ ജനറൽ അവയർനെസ്, നമുക്കറിയാം 3 സെക്ഷനുള്ളത് അല്ലെ. CBT 1 ആണെങ്കിൽ 2 ആണെങ്കിൽ 3 സെക്ഷനുള്ളത്. മാത്സ്, പിന്നെ ജനറൽ അവയർനെസ്, പിന്നെ റീസണിങ് അല്ലെ. സോ ഇങ്ങനെ 3 സെക്ഷനാണുള്ളത്. ജനറൽ അവയർനെസ് നമുക്ക് ഒരു വലിയൊരു വൈഡ് ടോപ്പിക്കാണ്. അപ്പോൾ ഈ ജനറൽ അവയർനെസ് പഠിക്കുമ്പോൾ ഏതൊക്കെ ഏരിയയിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയയിലാണ് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, കമ്പ്യൂട്ടറിൽ നിന്ന് വരുമോ, കറണ്ട് അഫയേഴ്സിൽ നിന്ന് വരും, ഒരുപാട് സംശയങ്ങളാണ് ഒരുപാട് ആളുകൾക്ക്. അപ്പൊ ഞാൻ വിചാരിച്ചു മൊത്തത്തിൽ കോമൺ ആയിട്ടൊരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. സോ ആ ഒരു കുറച്ച് കാര്യങ്ങളാണ് ജനറൽ അവയർനെസ്സിൽ പ്രീവിയസ് ഇയറിന്റെ ഒക്കെ വെച്ച് ജസ്റ്റ് ഒരു അനാലിസിസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കക്കാരൊക്കെ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും ഏതൊക്കെ ഏരിയകളിൽ നിന്നാണ് സാധാരണ ചോദിക്കാറുള്ളത്. ഈ വർഷവും അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത. കഴിഞ്ഞ വർഷങ്ങളിൽ ഒരുപാട് കുറയ്ക്കുന്ന മുകളിൽ 2021 കഴിഞ്ഞ NTPC ആണ് നമുക്കറിയാം. അതിൽ പല ഭാഗങ്ങളായിട്ടാണ് NTPC ആണ്, പല ഫേസുകൾ ഉണ്ടായിരുന്നു. ഇതിൽ ഒരു 2-3 ഫേസിലെ ചോദിച്ച ക്വസ്റ്റ്യൻസിന്റെ ഒരു എണ്ണമൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം. ഒരുപാട് പേർക്ക് എനിക്ക് തോന്നുന്നു ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും ഏതൊക്കെ ഏരിയകളിൽ നിന്ന് കുറച്ച് പഠിക്കണം എന്നുള്ളത്. ഓക്കെ, പിന്നെ ഇതിന്റെ ബുക്കിന്റെ ബാക്കി കാര്യങ്ങളിലൊക്കെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പോ ഇതിൽ പറയാനുള്ളത്, കഴിഞ്ഞ NTPC, അതായത് നമ്മൾ 2021 എക്സാം നടന്നത് അല്ലെ, അതിന്റെ CPT 1 ഒക്കെ നടന്നത്. സോ ആ ഒരു ഇതിന്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. പ്രീവിയസ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. NTPCന്റെ ഈ കഴിഞ്ഞ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നമ്മുടെ ടെലഗ്രാം ചാനൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ടെലഗ്രാമിൽ എഡ്യൂഹബ് ഓൺലൈൻ എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാം. സോ ചാനൽ കാണാം, എഡ്യൂഹബ് ഓൺലൈൻ സെർച്ച് ചെയ്യാം. അതിൽ നമ്മുടെ ചാനലിൽ കയറിയാൽ നിങ്ങൾക്ക് ജസ്റ്റ് മുകളിൽ സെർച്ച് ചെയ്താൽ മതി. NTPC NTPC റിലേറ്റഡ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ട് ചാനലിൽ ഇട്ടിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരും ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം സിലബസ് എന്ന് പറയാം. ഇത് കഴിഞ്ഞ വർഷത്തെ NTPC, അതായത് കഴിഞ്ഞ NTPC എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ എടുത്ത സിലബസ് ആണ്, ജനറൽ അവയർനെസ് സിലബസ് ആണ്. നിങ്ങൾ നോക്കിയാൽ അറിയാം, കറന്റ് ഇവന്റ്സ്, നാഷണൽ ഇമ്പോർട്ടൻസ്, ഗെയിംസ്, സ്പോർട്സ്, ആർട്സ്, കൾച്ചർ, ഇന്ത്യ, ലിറ്ററേച്ചർ, മോണുമെന്റ്സ്, പിന്നെ ജനറൽ സയൻസ്, ലൈഫ് സയൻസ്, അപ് ടു 10th CBSE എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, പിന്നെ ഫ്രീഡം സ്ട്രഗിൾ, ഒരുപാടുണ്ട് അല്ലെ, ഒരുപാട് സാധനങ്ങൾ. ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയ കിട്ടില്ല. ഇത് എവിടെ നിന്ന് നമ്മൾ പഠിച്ചു തുടങ്ങും, വലിയൊരു പിടുത്തം കിട്ടില്ല അല്ലെ. സോ ഇനീഷ്യലി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളുകൾക്കാണെങ്കിൽ, ഇതിന്റെ മുൻപ് എക്സാം ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് വലിയൊരു ധാരണ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അപ്പൊ നമുക്കറിയാം എത്ര ക്വസ്റ്റ്യൻ ആണ്, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കറിയാം. സോ അത് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഒരു ജസ്റ്റ് ഒരു പ്രീവിയസ് ഇയർ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കാം. ജനറൽ അവയർനെസ് ആണ് 2021 ജൂലൈ 23 നടന്ന 2 എക്സാമിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, അപ്പോ ജനറൽ അവയർനെസ് നമുക്കറിയാം. സിലബസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കി നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. സിലബസിന്റെ കാര്യം എത്ര മാർക്കാണ് ജനറൽ അവയർനെസ്? 40 മാർക്കാണ്. ഓക്കെ, അപ്പൊ ഇത് 23 ജൂലൈ 2022 നടന്ന എക്സാമിന്റെ ബേസ് ആയിട്ട് കുറച്ച് കറക്റ്റ് ആയിട്ടുള്ളതായിരിക്കില്ല, കുറച്ച് അങ്ങോട്ട് പോയിട്ട് 1-2 നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. അത് നിങ്ങൾ നോക്കിയാൽ അറിയാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹിസ്റ്ററിക്ക് അന്ന് ഇത് രണ്ട് സൈറ്റുകൾ ഞാൻ എടുത്താണ് കേട്ടോ. സെയിം എക്സാമിന്റെ തന്നെയാണ്. ഇതിൽ ഈ ഒരു രണ്ടാമത് നിങ്ങൾ കാണുന്നത് ഷിഫ്റ്റ് 1ന്റെ ഷിഫ്റ്റ് 2ന്റെയും കൊടുത്തിട്ടുണ്ട്. ഇത് ഷിഫ്റ്റ് 1ന്റെ മാത്രമാണ്. 2 സൈറ്റുകൾ ഒരേ സൈറ്റിന് എടുക്കേണ്ടെന്ന് പറഞ്ഞ് ഞാൻ എടുത്തതാണ്. നിങ്ങൾ നോക്കിയേ, ഹിസ്റ്ററിയിൽ അവർ പറയുന്ന 6 to 7 ചോദ്യങ്ങൾ ഹിസ്റ്ററി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ അതെ ഷിഫ്റ്റ് 1ൽ 7 എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഷിഫ്റ്റ് 2 ആയപ്പോഴേക്ക് 5 to 8 ചോദ്യങ്ങളായി. 5 to 8 അപ്പൊ ജസ്റ്റ് അങ്ങോട്ട് ഇതൊക്കെ മെമ്മറി ബേസ്ഡ് ആണ് അവരുടെ. പിന്നെ അതുപോലെ ജോഗ്രഫിക്ക് ആണ്. പിന്നെ കൂടുതൽ ചോദിച്ചിട്ടുള്ളതാണ് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, സ്റ്റാറ്റിക് GKയിൽ നിന്ന് 8 to 9 ചോദിച്ചിട്ടുണ്ട്. ഇവിടെ എന്താണ് സ്റ്റാറ്റിക് GK പറഞ്ഞാൽ നമ്പർ ഓഫ് ഷിഫ്റ്റ് 1 നമ്മുടെ 2 ഉണ്ട്. ഇവിടെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 2 to 4 എന്നും വേണ്ട. അപ്പൊ ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ചില ക്വസ്റ്റ്യൻസ് ഇപ്പൊ ആദ്യം എടുത്ത ആളുകൾ, ഇപ്പൊ നിങ്ങൾക്ക് അറിയാം 2ഉം 8ഉം 9ഉം നല്ല വ്യത്യാസം ഉണ്ടല്ലോ നിങ്ങൾക്ക് തോന്നാം. ഇത് എന്തുകൊണ്ടാണ്? ചില ക്വസ്റ്റ്യൻസിന് ഇവിടെ സ്റ്റാറ്റിക് GK ആണോ അതോ കറണ്ട് അഫയേഴ്സ് ആണോ എന്നുള്ള കൺഫ്യൂഷൻ ആവും ചില സംഭവങ്ങൾ. അപ്പൊ ആ സൈറ്റിലെ ആളുകൾ അനുസരിച്ചിരിക്കും ഈ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതാരാണ് പ്രിപ്പയർ ചെയ്യുന്നവരനുസരിച്ചിരിക്കും. അപ്പൊ GK എന്ന് പറഞ്ഞാൽ പലതരം വരാൻ പറ്റും. ചെറിയ സ്റ്റാറ്റിക് GK ആണെങ്കിൽ പോലും അതിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇവർ എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തൊക്കെ ഇടാം. അതുകൊണ്ടാണ് ഈ ചെറിയ വ്യത്യാസം വരുന്നത്. പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, പിന്നെ കോമൺ ആയിട്ട് വരുന്ന ഒരു കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ജോഗ്രഫി നോക്കിയേ, 5 ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട്. ഇവിടെ പറയുന്ന 1 to 2, 2 to 3 എന്ന് പറയുന്നുണ്ട്. പിന്നെ കറന്റ് അഫയേഴ്സ് 11 to 12 ചോദിച്ചിട്ടുണ്ട്. ഇവിടെയും കറന്റ് അഫയേഴ്സ് 11 to 12 ആണ്. 10 to 15 സെക്കൻഡ് ഷിഫ്റ്റിലും ചോദിച്ചിട്ടുണ്ട്. ഇതുപോലെ ഒന്നും കൂടി ഉണ്ട്. ഇതിന്റെ ബാക്കി നിങ്ങൾക്ക് അറിയാം. കെമിസ്ട്രി നോക്കിയാൽ 1 to 2,
പിന്നെ ഇവിടെ പൊളിറ്റി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം 1:2, ഇവിടെ പൊളിറ്റി 3:4, 2:5. പൊളിറ്റി എന്ന് പറഞ്ഞതാണ് നമ്മളുടെ ഭരണഘടന അല്ലെ, ഇന്ത്യൻ പൊളിറ്റി ഭരണഘടന. ഓക്കെ, സോ ഇത്രയും സാധനങ്ങളാണ്. പിന്നെ കമ്പ്യൂട്ടറിൽ നിന്ന് ഇവിടെ ഒരു 4 എണ്ണം കാണുന്നുണ്ട്. പിന്നെ ഇവിടെ കമ്പ്യൂട്ടർ 4, 5. സോ 4-5 ക്വസ്റ്റ്യൻസ് കമ്പ്യൂട്ടറിൽ നിന്ന് ചോദിക്കും. കമ്പ്യൂട്ടർ ഒന്നും വലിച്ചു വാരിയിട്ടൊന്നും പഠിക്കണ്ട കേട്ടോ, ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ വരുള്ളൂ. അതിനായിട്ട് നിങ്ങൾ ഒരുപാട് ഇരുന്ന് പ്രിപ്പയർ ചെയ്യുന്നു വേണ്ട. ജസ്റ്റ് ഞാനൊരു കഴിഞ്ഞ തവണ നമ്മൾ കമ്പ്യൂട്ടർ അവയർനെസ് ഒരു PDF ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്. ഞാൻ ഇത്തവണ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ട് ആ PDF വീണ്ടും ഇറക്കുന്നുണ്ട്. സോ അത് നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്തെടുക്കാം. ഞാൻ കഴിഞ്ഞ വരും ദിവസങ്ങളിൽ നമ്മുടെ ടെലഗ്രാം ചാനലിലൊക്കെ അത് ഇടാം. ഓക്കെ, സോ അതിന് കുറെ ചോദ്യങ്ങൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി അതേപോലെ ഒരു ഇതും കൂടി നോക്കാം നമുക്ക്. 26 ജൂലൈയിൽ എന്താ സംഭവിച്ചു നോക്കാം. നമ്മളിപ്പോ പറഞ്ഞത് 23 ജൂലൈയിലാണ്. ഇനി 26 ജൂലൈയിലും പൊളിറ്റിയിൽ എത്ര വന്നിട്ടുണ്ട്? 3:4, 2:4 അല്ലെ, കോൺസ്റ്റിറ്റ്യൂഷൻ വന്നിട്ടുണ്ട്. ഹിസ്റ്ററി 3:4 ഉണ്ട്. ജോഗ്രഫി 1:2. എവിടെ കറന്റ് അഫയേഴ്സ് 12:14, 10:14 ചോദിച്ചിട്ടുണ്ട്. അപ്പോ കറന്റ് അഫയേഴ്സ് വേണോ സാറേ എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് ഞാൻ എന്താ പറയാം, ഇത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാം. ഓക്കെ, പിന്നെ മിസ്സലേനിയസ് എന്ന് പറഞ്ഞാൽ അതല്ലാത്ത ബാക്കിയുള്ളതിൽ നിന്നൊക്കെയാണ് ഇവര് സെക്ഷൻ വൈസ് കൊടുക്കാണ്ട് 10:12 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെയും ഹിസ്റ്ററി 3:4 കൊടുത്തിട്ടുണ്ട്. അതേപോലെ കമ്പ്യൂട്ടർ 4, 3, 5 എന്നുള്ള കണക്കിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അതേപോലെ കുറച്ച് മുമ്പ്, അതായത് പല കേസുകളിലായിട്ടാണ് CBT 1 നടന്നത് നിങ്ങൾക്ക് അറിയാം. ജനുവരി മുതൽ ജൂലൈ വരെയൊക്കെ ഉണ്ടായിരുന്നു. സോ ഫസ്റ്റ് ജനുവരിയിൽ നടന്ന ഒരു എക്സാമിനെ കുറിച്ച് നോക്കാം. 2021 ജനുവരി 4-ാം തീയതി നടന്ന എക്സാമിനെ സംബന്ധിച്ചതാണെങ്കിൽ ഹിസ്റ്ററിക്ക് 5-8 ഉണ്ട്. ഹിസ്റ്ററിക്ക് ഇവിടെ 5-8, ഷിഫ്റ്റ് 1-നും ഷിഫ്റ്റ് 2-നും 2 ഉണ്ടായിരുന്നു. രാവിലെ ഉച്ചയായിട്ടൊക്കെ ഉണ്ടാവില്ലോ. ഓക്കെ, സോ അവിടെ 5-8 ഉണ്ട്. ജോഗ്രഫി 3. ഇവിടെ നോക്കി എവിടെയും എന്താണ് കറന്റ് അഫയേഴ്സ് 10 എണ്ണവും, കറന്റ് അഫയേഴ്സ് 10-12 ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കറന്റ് അഫയേഴ്സ് ഇമ്പോർട്ടന്റ് ആണല്ലോ. പിന്നെ പൊളിറ്റി 2 ഉണ്ട്, 3-5 ഉണ്ട്. സ്റ്റാറ്റിക് GK ചോദിച്ചിട്ടുണ്ട് 5-6, 4-5. സോ ഈ പറയുന്ന സാധനങ്ങളാണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ എന്ത് ആ പറഞ്ഞ സാധനങ്ങൾ തന്നെയാണ്. അപ്പൊ നമ്മുടെ സിലബസിൽ ശരിക്കും എന്തൊക്കെയുണ്ട്? ഒരുപാട് സ്പേസ്, ന്യൂക്ലിയർ പ്രോഗ്രാം ഓഫ് ഇന്ത്യ, UN and other important world organization ഒക്കെ പണ്ടൊക്കെ ഉണ്ട്. ഓർഗനൈസേഷൻ ഒക്കെ ചോദിക്കാറുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇത് കണ്ടിട്ട് ഇത് മാത്രം പഠിച്ചാൽ മതി എന്നല്ല. നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഹിസ്റ്ററി ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെ കറന്റ് അഫയേഴ്സ് ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾക്കറിയാം. ഇതൊന്ന് കിട്ടി. അതുപോലെ ഇന്ത്യൻ പൊളിറ്റി. പിന്നെ ഈ 3 നിങ്ങൾ ഇമ്പോർട്ടന്റ് ആക്കി വെച്ചോ. ഏത്? കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി. നോക്കിയേ, ഈ 3 എണ്ണത്തിൽ നിന്ന് മാത്രം നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ നമ്പറിലേക്ക് 2, 3, 5, 1, 6 ക്വസ്റ്റ്യൻസ് ഇത് നമുക്ക് പറയാം. ഓക്കെ, പിന്നെ അടുത്തൊരു സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ എവിടെയാണ്? സയൻസ് എന്ന് പറഞ്ഞിട്ട് 3-4, 2-5. സയൻസ് പറഞ്ഞത് തന്നെയാണല്ലോ. ഓക്കെ, അതേപോലെ ഇവിടെയുണ്ട് സയൻസിന് 3 ക്വസ്റ്റ്യൻ, 3-4 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ ഉറപ്പിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഹിസ്റ്ററി ഇമ്പോർട്ടന്റ് ആണ്, പൊളിറ്റി ഇമ്പോർട്ടന്റ് ആണ്, കറന്റ് അഫയേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്, പിന്നെ സയൻസ് പ്ലസ് ഈ സ്റ്റാറ്റിക് GK, പിന്നെന്താണ് നമ്മുടെ കമ്പ്യൂട്ടർ. അപ്പൊ ഈ ഒരു മേഖലയൊക്കെ കുറച്ചൊന്ന് തറവാക്കി വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത്യാവശ്യം നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് അത് കിട്ടും. തുടക്കക്കാരാണ് ഈ പറഞ്ഞത്. അത്യാവശ്യം പഠിച്ചു വരുന്ന ആളുകളെല്ലാം ഈ പറഞ്ഞ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഏരിയയിലുള്ള മൊത്തം സാധനങ്ങളൊക്കെ ഒന്ന് നോക്കി പോകുന്നത് വളരെ നന്നായിരിക്കും. ബാക്കിയൊന്നും വേണ്ടാന്നല്ല, ഞാൻ വീണ്ടും പറഞ്ഞു, ബാക്കിയൊന്നും വേണ്ടാന്നല്ല. പക്ഷെ നിങ്ങൾക്ക് തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് എന്ന് പറയുന്നത് ഹിസ്റ്ററി, ജോഗ്രഫി നോക്കുക, സ്റ്റാറ്റിക് GK നോക്കി വെക്കുക. സ്റ്റാറ്റിക് GK കുറച്ച് ഫിക്സഡ് ആയിട്ടുള്ള സാധനങ്ങളല്ലേ, സ്റ്റാറ്റിക് GK നോക്കി വെക്കുക. അതേപോലെ കമ്പ്യൂട്ടർ നോക്കി വെക്കുക. കമ്പ്യൂട്ടറെ കുറച്ചുള്ളൂ, ഒരുപാട് ഡീപ്പായിട്ടൊന്നും നോക്കണ്ട. പിന്നെ കറന്റ് അഫയേഴ്സ് ഒരു പ്രീവിയസ് 2 വർഷത്തെയോ 2.5 വർഷത്തേക്ക് നോക്കി വെക്കുക കറന്റ് അഫയേഴ്സ്. അപ്പൊ ഇത്രയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഒരു വിധമൊക്കെ നിങ്ങൾക്ക് ഇതിൽ സ്കോർ ചെയ്യാം. ഇതില് GK അല്ലാണ്ട് കാർഡടച്ച് വെടിവെക്കാൻ നിൽക്കരുത്. ഒരുപാടുണ്ട്, എല്ലായിടത്തും കൂടി വലിച്ചു വാരി പഠിക്കാൻ ദയവ് നിൽക്കരുത്. നിങ്ങൾക്ക് വെറുത്തു പോകും, നിങ്ങൾക്ക് എക്സാം വെറുത്തു പോകും, പഠിത്തവും വെറുത്തു പോകും. ഓക്കെ, അപ്പൊ അതാണ് ഞാൻ പറഞ്ഞ ഒരു ഓർഡർ ആയിട്ട് പഠിക്കുക. അതിന്റെ ബുക്കുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ബുക്ക് മോക്ക് ടെസ്റ്റിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് ഞാൻ മുകളിൽ ലിങ്ക് ഇടാം കേട്ടോ, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ബുക്ക് ഏതൊക്കെ ബുക്ക് വാങ്ങണം അതിന്റെ ലിങ്കുകളൊക്കെ കൊടുത്തു ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അതുപോലെ മോക്ക് ടെസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. മോക്ക് ടെസ്റ്റ് ചെയ്യാണ്ട് നിങ്ങൾ ഒരു എക്സാം എഴുതാൻ ദയവ് ഇത് പോകരുത്. കേരള PSC അല്ല ഇതൊന്ന് ആലോചിക്കുക. സോ മോക്ക് ടെസ്റ്റ് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് ടെക്സ്റ്റ് ബുക്കിന്റെ ആപ്പ് ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് താഴെ ഞാൻ ലിങ്ക് കൊടുക്കാം. അതിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിന്റെ പ്രോ പാസ് ഉണ്ട്, അത് 599 രൂപയാണ്. ഓക്കെ, അത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം കിട്ടും. ഏതാണ്ട് 70,000-ഓളം മോക്ക് ടെസ്റ്റ്, റെയിൽവേ എല്ലാം നിങ്ങൾ SSCക്ക് പ്രിപ്പയർ SSC കിട്ടും, RRBക്ക് പ്രിപ്പയർ RRB കിട്ടാൻ എല്ലാ എക്സാമിനും കൂടി ഒരൊറ്റ പാസ്സാണ്. 599 രൂപയാണ്. പിന്നെ ഒരുപാട് പ്രാക്ടീസ് ടെസ്റ്റുകൾ ഉണ്ട്, പ്രീവിയസ് ഇയർ ടെസ്റ്റുകൾ ഉണ്ട്. RRBയുടെ പ്രീവിയസ് ഇയർ ടെസ്റ്റുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ആ ടെസ്റ്റ് അവർക്ക് എത്ര തവണ വേണമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അറ്റംപ്റ്റ് ചെയ്ത് എഴുതാം. സെക്ഷൻ വൈസ് ഉണ്ട്, മാത്സ് വേറെ, റീസണിങ് വേറെ, അങ്ങനെയൊക്കെ ഉണ്ട്.
അപ്പൊ ഇതെല്ലാം കൂടി നിങ്ങൾ കൊടുക്കുന്നത് 599. ഇതൊരു പ്രൊമോഷൻ ഒന്നുമല്ല, പക്ഷെ അത്യാവശ്യം നല്ലതാണ്. നിങ്ങൾ ഞാൻ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ആ ലിങ്ക് വഴി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഓഫ് കിട്ടും. ഞാൻ ഓൾറെഡി പറയാം, അത് വലിയ സംഭവമൊന്നുമല്ല, എന്റെ അഫിലിയേറ്റ് ലിങ്ക് ആണ്. സോ നിങ്ങൾക്ക് 10% ഓഫ്, അതിന്റെ കമ്മീഷൻ എനിക്ക് കിട്ടും. സ്വാഭാവികമായിട്ട് ഞാൻ ഓപ്പൺ ആയിട്ട് പറയുകയാണ്. അങ്ങനെ എല്ലാം നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ RE5SLL എന്നുള്ള ഈ ഒരു കോഡ് യൂസ് ചെയ്ത് 10% ഓഫ് കിട്ടും. അതായത് 599 എന്നുള്ളത് 59 രൂപ കുറയും നിർത്തും. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരു 550 രൂപ ആ റേഞ്ചിൽ നിങ്ങൾക്ക് 240 രൂപയുടെ റേഞ്ചിൽ നിങ്ങൾക്ക് ഈ സാധനം പർച്ചേസ് ചെയ്യാം. 540 രൂപയ്ക്ക് ഈ സാധനം പർച്ചേസ് ചെയ്യാം. നല്ല വർത്താണ് ആ സാധനം. ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് വരുന്ന എക്സാമുകൾക്കെല്ലാം ഈ ഒരു സാധനം മതി. പിന്നെ ബുക്കുകളാണെങ്കിൽ നമ്മൾ ബുക്ക് ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ഇടാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഏതാണ്ട് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ ഇത്രയേ ഉള്ളൂ ഈ ജനറൽ അവയർനെസിന്റെ കാര്യത്തിൽ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു കേട്ട് വേണമെങ്കിൽ വേറെ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് തീർക്കാം കേട്ടോ. സോ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ ഏതൊക്കെ ഏരിയകളിൽ ഫോക്കസ് ചെയ്തിരുന്നത് പ്രീവിയസ് ഇയറിന്റെ കുറച്ച് കണക്കുകൾ നമ്മളിവിടെ കണ്ടതുപോലത്തെ കുറച്ച് കണക്കുകളൊക്കെ എടുത്തിട്ട് നമ്മളത് ജസ്റ്റ് ഒരു കമ്പാരിസൺ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഏതാണ്ട് ഐഡിയ കിട്ടുന്നുണ്ടാവും ഏതൊക്കെ പഠിക്കണം എന്നുള്ളത്. സോ ആ ഏരിയകളിൽ ഫോക്കസ് ചെയ്ത് നന്നായിട്ട് പഠിക്കുക. പ്ലസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഈ നിങ്ങൾ ഏതൊക്കെ പഠിക്കാത്തതുണ്ട്, ഏതൊക്കെ ഏരിയ ക്വസ്റ്റ്യൻ വന്നിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇരുന്ന് പഠിക്കുക. ബാക്കി മാത്സും റീസണിംഗ് ഒക്കെ കൂടുതലായിട്ട് കൊണ്ടുപോവുക. ഇത് കുറെ പേര് GK-നെ കുറിച്ച് ചോദിച്ചത് കൊണ്ട് ഞാൻ കഴിഞ്ഞ 2-3 വെബ്സൈറ്റുകളിൽ നിന്നൊക്കെ എടുത്ത് ഒരു അസംബിൾ ചെയ്ത ഒരു സാധനം ചെയ്തു എന്നേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. നമ്മുടെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. EduHub ഓൺലൈൻ എന്ന് സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, സോ അത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ പുതിയ ഇൻഫർമേഷനുമായിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.